ആദായ നികുതിയിലെ ആശയക്കുഴപ്പം എന്ന കഴിഞ്ഞ വീഡിയോയിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംശയ നിവാരണമാണ് ഈ പങ്ക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായുണ്ടായ ഒരു ചോദ്യമെന്ന് പറയുന്നത് എന്താണ് നികുതി വിധേയ വരുമാനം? നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദായ നികുതി കണക്കാക്കുന്നതിന് 2 ഘട്ടങ്ങൾ ഉണ്ട് എന്നാണ്. ഒന്നാം ഘട്ടമെന്ന് പറയുന്നത് നമ്മുടെ മൊത്ത വരുമാനം കണ്ടുപിടിക്കുക എന്നതാണ്. വിവിധ വരുമാന മാർഗങ്ങളായ തൊഴിൽ, ബിസിനസ്, മൂലധന നേട്ടം, പലിശ, ഭവന സ്വത്ത് അതായത് ഹൗസ് പ്രോപ്പർട്ടി, ഇവയിൽ നിന്നെല്ലാം ലഭിക്കുന്ന വരുമാനം കൂട്ടിയെടുക്കുമ്പോഴാണ് ഗ്രോസ് ഇൻകം കിട്ടുന്നത്. രണ്ടാം ഘട്ടത്തിൽ അനുവദനീയമായ ചെലവുകളും നിക്ഷേപങ്ങളും മൊത്തം വരുമാനത്തിൽ നിന്ന് കുറയ്ക്കും. സാങ്കേതികമായി ഇതിനെയാണ് നികുതി വിധേയ വരുമാനം എന്ന് പറയുന്നത്, ടാക്സബിൾ ഇൻകം. ഈ വരുമാനത്തിന്മേലാണ് നികുതി ചുമത്തുന്നത്. രണ്ടാമതായിട്ടുണ്ടായ ഒരു ചോദ്യമെന്ന് പറയുന്നത് എന്താണ് ഇളവുകൾ, ഡിഡക്ഷൻസ്, റിബേറ്റ് എന്നിവയാണ്. എന്തായാലും ഇത് മൂന്നിനെക്കുറിച്ചും നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് വരുന്നത് എന്താണ് ഇളവുകൾ, എക്സംഷൻസ് എന്നാണ് അതിനെ പറയുന്നത്. ഒന്നാം ഘട്ടത്തിൽ, അതായത് മൊത്ത വരുമാനം കൂട്ടിയെടുക്കുന്ന സാഹചര്യത്തിൽ തന്നെ വീട്ടുവാടക അലവൻസ്, കാർഷിക വരുമാനം എന്നിവ കുറയ്ക്കാൻ അനുവദിക്കുന്നു. അതായത് വരുമാനത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് തന്നെ ഇവ കുറയ്ക്കാൻ കഴിയും. ഇവയാണ് ഇളവുകൾ എന്ന് പറയുന്നത്. ഇത് പഴയ സ്കീമുകൾക്കാണ് കൂടുതലും ബാധകമായിട്ടുള്ളത്. പുതിയ സ്കീം തിരഞ്ഞെടുത്തവർക്ക് സ്ഥലമാറ്റ സംബന്ധമായ അലവൻസ്, ഗതാഗത അലവൻസ്, അംഗപരിമിതർക്കുള്ള അലവൻസ് എന്നിവ മാത്രമാണ് ഇളവുകൾ. ആദ്യം പറഞ്ഞ ഇളവുകൾ പുതിയ സ്കീമുകാർക്ക് കിട്ടത്തില്ല. ഇത് ഇളവുകളാകുമ്പോൾ ഇനി നമുക്ക് എന്താണ് കിഴിവുകളെന്ന് പരിശോധിക്കാം. അതായത് ഡിഡക്ഷൻസ്. ഇപ്പോൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് രണ്ടാം ഘട്ടത്തിലാണ്, മറ്റത് ഒന്നാം ഘട്ടത്തിലാണ് ഇളവുകൾ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ മൊത്ത വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാവുന്ന കിഴിവുകളാണിത്. അതായത് ഒന്നാം ഘട്ടത്തിൽ കുറച്ച് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാവുന്ന കിഴിവുകൾ. അതായത് ഒരു ധനകാര്യ വർഷത്തിൽ നമുക്കിപ്പം 2024-25 ആണെങ്കിൽ ആ വർഷത്തിൽ സെക്ഷൻ 80C, 80D ഇങ്ങനെ ധാരാളം സെക്ഷൻസുകളുണ്ട്. ഇവ പ്രകാരം നടത്തുന്ന നിക്ഷേപങ്ങളോ ചെലവുകളോ അനുവദനീയമായ പരിധിവരെ മൊത്ത വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാം. ഇവയാണ് കിഴിവുകളെന്ന് പറയുന്നത്, ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. അതിനെല്ലാം സീലിംഗ് വെച്ചിട്ടുണ്ട്, നമുക്കത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇതും ഈ 80C, 80D തുടങ്ങിയ വിവിധ സെക്ഷനുകൾ വഴി കിട്ടുന്നത് പഴയ സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. പുതിയ സ്കീമുകൾക്ക് ആകെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടാതെ റിട്ടയർമെൻറ്റ് ആനുകൂല്യം, തൊഴിലുടമയുടെ വിഹിതം തുടങ്ങിയവ കൂടി കിഴിവുകളായിട്ട് ലഭിക്കും. അപ്പം കാര്യമായിട്ടുള്ള കിഴിവുകൾ പുതിയ സ്കീമുകാർക്ക് ലഭിക്കുന്നില്ല. അതുതന്നെയാണ് സർക്കാരിൻ്റെ ഉദ്ദേശവും. ഇക്കാര്യത്തിൽ കിഴിവുകൾ അധികം പുതിയ സ്കീമുകാർക്ക് കൊടുക്കത്തില്ല, പക്ഷേ ഫ്ലാറ്റായിട്ടുള്ള പല സ്ലാബിലുള്ള റേറ്റുകൾക്ക് വിധേയമായിട്ട് നികുതി കൊടുക്കുക. ഇനി എന്താണ് റിബൈറ്റ് എന്ന് നമുക്ക് നോക്കാം. ഈ അന്തിമമായി കണക്കാക്കുന്ന നികുതിയിൽ, അതായത് സെസ്സിന് മുമ്പ് തന്നെ ഒരു ഡിസ്കൗണ്ട് നൽകുന്നതിനെയാണ് റിബൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2025 നിർദ്ദേശിത ധനകാര്യ ബില്ലിലെ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കുന്നവർക്ക് സെക്ഷൻ 87A പ്രകാരം, നമ്മളത് കഴിഞ്ഞ പങ്ക്തിയിൽ സൂചിപ്പിച്ചതാണ്, 12 ലക്ഷം രൂപ വരെ നികുതി കൊടുക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ ഇവർ നികുതി കൊടുക്കേണ്ടാത്തതല്ല, നികുതി അതിന് കണക്ക് കൂട്ടുന്നുണ്ട്, പക്ഷേ ഒരു റിബൈറ്റ് കിട്ടുന്നു. ഈ 12 ലക്ഷം രൂപ വരെയുള്ള നികുതി എത്രയാണ് കണക്കാക്കിയാൽ ആ സ്ലാബ് പ്രകാരം 60,000 രൂപയാണ്. ഇത് മുൻ വർഷത്തിലെ പുതിയ സ്കീമുകാർക്ക് 7 ലക്ഷമായിരുന്നു, പഴയ സ്കീമുകാർക്ക് 5 ലക്ഷവുമായിരുന്നു. ഈ 7 ലക്ഷമാണ് ഇപ്പോൾ 12 ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നത്. പഴയ സ്കീമുകാർക്ക് ഒരു ആനുകൂല്യവും കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ചോദ്യം വീണ്ടും വന്നിട്ടുണ്ട്. സെക്ഷൻ 87A ഉൾപ്പെടുത്താത്ത വരുമാനം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? ഈ പ്രത്യേക നിരക്കിൽ നികുതി ചുമത്തുന്ന ചില വരുമാനങ്ങൾ
സെക്ഷൻ 87A പ്രകാരം വരുമാന നിർണ്ണയത്തിന് പരിഗണിക്കുന്നില്ല, കൂട്ടുന്നതേയില്ല. അതായത് മൂലധന നേട്ടം, ലോട്ടറികളിൽ നിന്നുള്ള വരുമാനം, ഇങ്ങനെയുള്ളവയൊക്കെ പരിഗണിക്കാത്ത വരുമാനങ്ങളാണ്. ഇവയ്ക്കൊക്കെ സ്പെഷ്യൽ റേറ്റാണ് ചുമത്തുന്നത്. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, പുതിയ നികുതി സ്കീം പ്രകാരം എന്തെങ്കിലും ഇളവ് ലഭിക്കുമോ? അത് എന്തൊക്കെ? ഈ നാഷണൽ പെൻഷൻ സിസ്റ്റം, എംപ്ലോയി പ്രോവിഡൻറ്റ് ഫണ്ട് എന്നിവയിലേക്കുള്ള തൊഴിലുടമയുടെ വിഹിതം, ഇവയ്ക്ക് രണ്ടിനും ഇളവ് പുതിയ സ്കീമിൽ ലഭിക്കും. അപ്പോൾ വകുപ്പ് 80C 80Dയിലാണ് ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളത്. അതുപോലെ മറ്റു പല വകുപ്പുകളും ഉള്ള ആനുകൂല്യങ്ങളും ഡിഡക്ഷൻസുകളും HRA തുടങ്ങിയ കൂടുതൽ ഇളവുകളും പഴയ സ്കീമിൽ മാത്രമാണ് ലഭിക്കുക, പുതിയ സ്കീമിൽ ലഭിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് പെൻഷൻ, നാഷണൽ പെൻഷൻ സിസ്റ്റം പുതിയ സ്കീമിൽ അനുവദനീയമാണ്, ഒഴിവാക്കാം. മറ്റൊരു ചോദ്യം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പെൻഷൻകാർക്ക് ബാധകമാണോ? ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ പങ്ക്തിയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യം ആവർത്തിക്കപ്പെട്ടത് കൊണ്ടിട്ട് കുറച്ചുകൂടി വിശദീകരിക്കാം. ഈ എംപ്ലോയി പെൻഷൻകാർക്കാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ബാധകമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുമ്പോൾ ലഭിക്കുന്ന പെൻഷൻ സാലറിയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇതിനെ ഇൻകം ടാക്സിൽ പറയുന്നത് സാലറിയുടെ കീഴിൽ വരുന്ന വരുമാനം, അഥവാ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ പെൻഷനായിട്ടല്ല, അത് മാറ്റിവെച്ച ഒരു സാലറി ആണല്ലോ പെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ് എന്ന് സംബോധന ചെയ്യുന്നത്. ഇത്തരം വിഭാഗങ്ങളിൽ വരുന്നവർക്ക് തീർച്ചയായും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ നിക്ഷേപം സംബന്ധിതമായ നമ്മൾ ചില നിക്ഷേപങ്ങൾ നടത്തും, അതിന് പെൻഷൻ കിട്ടും. അങ്ങനെ ധാരാളം പ്രോഡക്ട്സുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നിക്ഷേപ സംബന്ധിതമായ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കുകയില്ല. ഇങ്ങനെ കിട്ടുന്ന പെൻഷനെ തന്നെ മറ്റു ഉറവിടങ്ങളിൽ നിന്നുള്ള വരുമാനമെന്നാണ്, അതായത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നാണ് സംബോധന ചെയ്യുന്നത്. അവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കത്തില്ല. എംപ്ലോയി പെൻഷൻ വാങ്ങുന്ന ഒരാളുടെ വരുമാനം 12 ലക്ഷത്തിന് താഴെയാണ്. അതേസമയം അദ്ദേഹത്തിൻ്റെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നും 12 ലക്ഷത്തിലധികം പലിശ വരുമാനമായി ലഭിക്കുന്നു. ഇത് പലർക്കുമുള്ളൊരു സംശയമാണ്, വളരെ പ്രധാനപ്പെട്ടതുമാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇയാൾക്ക് ലഭിക്കുമോ എന്നുള്ളതാണ്. ലഭിക്കും. എംപ്ലോയി പെൻഷനിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ടാണ് പലിശ വരുമാനം കൂട്ടുന്നത്. അതാണ് നികുതി വിധേയമായ വരുമാനം. ഒരു സംശയവുമില്ല, നമുക്ക് എംപ്ലോയി പെൻഷൻ ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാനുള്ള, അതിൻ്റെ ആനുകൂല്യം കിട്ടാനുള്ള എല്ലാ അവകാശമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മൊത്ത വരുമാനം എന്നത് ഈ സാഹചര്യത്തിൽ എംപ്ലോയ്മെൻറ്റ് പെൻഷനും മറ്റു വരുമാനമായ പലിശയുമാവുന്നു. എംപ്ലോയി പെൻഷൻ ഉള്ളതിനാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാവുന്നതാണ്. ആവർത്തിച്ച് പറയട്ടെ. ഇനി 12 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർ റിട്ടേൺ ഫയൽ ചെയ്യണോ? ഇത് പൊതുവിലുള്ളൊരു സംശയമാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക് എക്സംഷൻ ലിമിറ്റ് അഥവാ അടിസ്ഥാന ഒഴിവാക്കൽ പരിധി എന്നതാണ്. 60 വയസ്സിന് താഴെ വരുമാനമുള്ള സാധാരണ പൗരന്മാർക്ക് 2.5 ലക്ഷവും പഴയ സ്കീം പ്രകാരമാണ്. 60നും 79 വയസ്സിനിടയിലുള്ള മുതിർന്ന പൗരന്മാർക്ക് 3 ലക്ഷവും 80 വയസ്സിന് മുകളിലുള്ള സൂപ്പർ സീനിയർ പൗരന്മാർക്ക് ഇത് 5 ലക്ഷവുമാണ്. എന്നാൽ പുതിയ സ്കീം പ്രകാരം എല്ലാ വ്യക്തികൾക്കും ഈ പരിധി 4 ലക്ഷമാകുന്നു. ഈ പരിധിക്ക് താഴെ വരുമാനമുള്ളവർ മാത്രമാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാവരും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ പുതിയ സ്കീമിൽ ആർക്കെങ്കിലും 4 ലക്ഷം രൂപ വരുമാനം ഉണ്ടായാൽ നികുതി കൊടുക്കേണ്ടതില്ലെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം. മറ്റുള്ള സ്കീമിന് അതിൻ്റെ ബേസിക് എക്സംഷൻ പരിധി അനുസരിച്ചിട്ട് തന്നെ ഈ നിയമം ബാധകമാണ്. ഇനി ഇതിൽ കൂടാതെ മറ്റു ചില ആളുകളും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വരുമാനം ഇല്ലെങ്കിൽ പോലും 4 ലക്ഷത്തിന് താഴെയാണ് വരുമാനമെങ്കിലും ഈ താഴെ പറയുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഒന്ന്, ബാങ്കുകളിൽ 1 കോടിയും അതിലധികവും രൂപ കറണ്ട് അക്കൗണ്ട് ഉള്ളവർ. കറണ്ട് അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് ഉണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത് അസാധാരണമായ സാഹചര്യമാണ്, പക്ഷേ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. 1 ലക്ഷത്തിലധികം വൈദ്യുതി ബില്ല് അടയ്ക്കുന്നവർ, അപ്പം
പാവപ്പെട്ട കോടിപതി എന്നൊക്കെ പറയുന്നത് പോലുള്ളവർ, വിദേശയാത്രയ്ക്ക് 2 ലക്ഷത്തിലധികം തുക ചെലവാക്കുന്നവർ, ഇവരെല്ലാം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നികുതി അടയ്ക്കാത്തവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഉണ്ട്. ഒന്ന്, റീഫണ്ട് അവകാശപ്പെടണമെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളത്, നിങ്ങളുടെ ഇൻകം വളരെ കുറവാണെങ്കിലും. ആദായനികുതി വകുപ്പിൽ നിന്നുള്ള സൂക്ഷ്മതല അന്വേഷണങ്ങൾ ഒഴിവാക്കാനും ഇതുകൊണ്ട് കഴിയും. നമുക്ക് അങ്ങനെ കഷ്ടപ്പെടേണ്ടതില്ല. ആദായനികുതി വകുപ്പിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ വരില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഒരു വായ്പ എടുക്കണമെങ്കിൽ നമുക്ക് വിസ കിട്ടുന്നതിനുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇതൊരു ധനകാര്യ റെക്കോർഡായിട്ട് പരിഗണിക്കും. അതും ഒരു നേട്ടമാണ്. ഇനി നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂലധനത്തിലോ ഏതെങ്കിലും ആസ്തികളിലോ മറ്റോ ഒക്കെ നമുക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിനും ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടമുണ്ടാകും. ഈ പങ്ക്തി ഇവിടെ അവസാനിക്കുന്നു. അതേസമയം തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻട്രി ബോക്സിലിടുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. നന്ദി.